ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം, നമ്മൾ കാണുന്ന ഈ യാഥാർത്ഥ്യം ഒരുപക്ഷെ ഒരു മിഥ്യയാണെങ്കിലോ, നമ്മുടെയൊക്കെ ഭയങ്ങളും ദുരിതങ്ങളും ഒരു നീണ്ട പേടിസ്വപ്നത്തിന്റെ ഭാഗം മാത്രമാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ആ സ്വപ്നത്തിൽ നിന്ന് ഉണരാൻ ഒരു വഴിയുണ്ടാവില്ലേ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇങ്ങനെയൊരു ആശയം മുന്നോട്ടു വെക്കുന്ന ഒരു പുരാതന ഗ്രന്ഥത്തെക്കുറിച്ചാണ്. ഇത് വെറുമൊരു ചരിത്ര പുസ്തകമല്ല, മറിച്ച് നമ്മുടെയൊക്കെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ധാരണകളെ തന്നെ ചോദ്യം ചെയ്യുന്നൊരു തത്വചിന്തയാണ്. വരൂ, നമുക്ക് സത്യത്തിന്റെ സുവിശേഷത്തിലേക്കൊന്ന് ആഴ്ന്നിറങ്ങാം. ഈ ഗ്രന്ഥത്തിന്റെ തുടക്കം തന്നെ വളരെ രസകരമാണ്. ആദ്യത്തെ വാചകം തന്നെ നോക്കൂ. സത്യപിതാവിൽ നിന്ന് കൃപ ലഭിച്ചവർക്കുള്ള സന്തോഷമാണ് ഈ സുവിശേഷമെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ പാവത്തെക്കുറിച്ചോ ശിക്ഷയെക്കുറിച്ചോ ഒന്നുമല്ല പറയുന്നത്, പകരം സന്തോഷത്തെയും പ്രത്യാശയെക്കുറിച്ചാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ ഗ്രന്ഥം നമ്മളോട് പറയുന്നുണ്ട്, ഇതൊരു സാധാരണ സുവിശേഷമല്ല, മറിച്ച് ഒരു വലിയ കണ്ടെത്തലിന്റെ കഥയാണെന്ന്. ശരി, അപ്പോൾ ഈ സന്തോഷത്തിലേക്കുള്ള യാത്രയിൽ നമ്മളെ തടഞ്ഞു നിർത്തുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? ഈ ഗ്രന്ഥം അതിനൊരു പേരും നൽകുന്നുണ്ട്. നമുക്കാദ്യം ആ മറവിയുടെ മൂടൽമഞ്ഞിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. നമ്മുടെയെല്ലാം കഷ്ടപ്പാടുകൾക്കും ഭയങ്ങൾക്കും വേദനകൾക്കും കാരണം ഒരൊറ്റ കാര്യമാണെന്നാണ് ഈ ഗ്രന്ഥം പറയുന്നത്. അതാണ് ഈ തെറ്റ്, അല്ലെങ്കിൽ എറർ. അപ്പോൾ എന്താണ് ഈ തെറ്റ്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരാണെന്നും എവിടെ നിന്ന് വന്നുവെന്നുമുള്ള ഒരു മറവിയാണിത്. നമ്മുടെ യഥാർത്ഥ ഉറവിടമായ ആ പിതാവിനെ മറന്നുപോകുന്നൊരവസ്ഥ. ഈയൊരു മറവിയാണ് നമ്മളെയെല്ലാം ഭയത്തിലും അജ്ഞതയിലുമൊക്കെ തളച്ചിടുന്നത്. ഈ തെറ്റിനെ എത്ര ശക്തമായിട്ടാണ് ഈ ഗ്രന്ഥം വർണ്ണിക്കുന്നതെന്ന് നോക്കൂ. തെറ്റ് ഒരു മൂടൽമഞ്ഞുപോലെ മുറുകി. ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. കനത്ത മൂടൽമഞ്ഞിൽ വഴി കാണാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്നൊരവസ്ഥ. എങ്ങോട്ട് പോകണമെന്നറിയില്ല, മുന്നിൽ എന്താണെന്നും അറിയില്ല. സ്വാഭാവികമായും ഭയം നമ്മളെ കീഴ്പ്പെടുത്തും. അതുപോലെയാണ് ഈ മറവി പ്രവർത്തിക്കുന്നത്. അതായത് അതൊരു നിർജീവമായ അവസ്ഥയല്ല, മറിച്ച് നമ്മളെ ഭയത്തിൽ തളച്ചിടാൻ ശ്രമിക്കുന്ന ഒരു സജീവ ശക്തിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇത് നമ്മുടെ ഉള്ളിലൊരു തോന്നൽ മാത്രമാണോ എന്ന്. അല്ലേയല്ല. ഈ ഗ്രന്ഥം പറയുന്നത് നമ്മൾ ഈ കാണുന്ന ലോകം, അതിലെ കലഹങ്ങളും അസൂയയും കുറവുകളുമെല്ലാം ഈ അടിസ്ഥാനപരമായ തെറ്റിൽ നിന്നുണ്ടായതാണെന്നാണ്. സത്യത്തിന് പകരമായി ഈ മറവി ഉണ്ടാക്കിയെടുത്ത ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലോകം. നമ്മളൊക്കെ ജീവിക്കുന്നത് ഈ മിഥ്യാലോകത്താണ്. അപ്പോൾ ഈ മൂടൽമഞ്ഞിൽ, ഈ മിഥ്യാലോകത്തിൽ നമ്മളിങ്ങനെ കുടുങ്ങിപ്പോകാനാണോ വിധി? ഒരു രക്ഷയുമില്ലേ? ഉണ്ട്. ആ ഇരുട്ടിലേക്കൊരു വെളിച്ചം കടന്നുവരുന്നുണ്ട്. ഈ ഗ്രന്ഥം നമുക്കൊരു വഴികാട്ടിയെ പരിചയപ്പെടുത്തി തരികയാണ്. സത്യം വെളിപ്പെടുത്തുന്നവൻ. ഈ രക്ഷകൻ വരുന്നത് വചനമെന്ന രൂപത്തിലാണ്. എന്താണ് ഈ വചനം? അത് പിതാവിന്റെ പൂർണ്ണതയുടെ, സത്യത്തിന്റെ പ്രകാശമാണ്. യേശുക്രിസ്തുവിനെയാണ് ഇവിടെ വചനമായി അവതരിപ്പിക്കുന്നത്. മറവിയുടെയും അജ്ഞതയുടെയും ലോകത്തേക്ക് സത്യത്തിന്റെ വെളിച്ചം കൊണ്ടുവരുന്ന, ആ മൂടൽമഞ്ഞിനെ കീറിമുറിക്കുന്നൊരു ശക്തി, അതാണ് ഈ വചനം. ഈ രക്ഷകൻ എങ്ങനെയാണ് ആ മാറ്റം കൊണ്ടുവരുന്നതെന്ന് നോക്കൂ. അത് വളരെ വ്യക്തമാണിവിടെ. മറവി കാരണം മനുഷ്യർ ഇരുട്ടിലായിരുന്നപ്പോൾ അവൻ പ്രകാശം നൽകി. തെറ്റ് അതിന്റെ എല്ലാ കോപവും ശക്തിയും കാണിച്ചപ്പോൾ അവൻ അതിനെ ശക്തിയില്ലാത്തതാക്കി മാറ്റി. ലോകം അവനെ പീഡിപ്പിച്ച് മരത്തിൽ തറച്ചപ്പോൾ അവൻ വെറുമൊരു ഇരയായില്ല, പകരം അറിവിന്റെ ഫലമായി സ്വയം മാറി. ഇതൊരു ഗംഭീരമായൊരു തിരിച്ചുവരവാണ്. ഇവിടെയാണ് ഈ ഗ്രന്ഥത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന, ഏറ്റവും വിപ്ലവകരമായൊരാശയം വരുന്നത്. ഏദൻ തോട്ടത്തിലെ കഥ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അവിടെ അറിവിന്റെ ഫലം കഴിച്ചത് നാശത്തിലേക്കും മരണത്തിലേക്കുമാണ് നയിച്ചത്. പക്ഷേ ഇവിടെ നോക്കൂ, ഈ മരത്തിലെ ഫലം കഴിച്ചപ്പോൾ നാശം വരുത്തിയില്ല, മറിച്ച് അത് കഴിച്ചവർക്ക് അസ്തിത്വം നൽകി. അതായത് ഏദൻ തോട്ടത്തിലെ കഥ നേരെ തിരിച്ചിടുകയാണിവിടെ. ഇവിടെ അറിവൊരു ശാപമല്ല, അനുഗ്രഹമാണ്. അറിവാണ് ജീവിതം, അറിവാണ് യഥാർത്ഥ ഉണർമ്മ. അപ്പോൾ ഈ അറിവ്, ഈ വെളിച്ചം എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരിലേക്കും എത്തുന്നത്? എങ്ങനെയാണ് നമ്മൾ വ്യക്തിപരമായി ഈ മാറ്റത്തിന് വിധേയരാകുന്നത്? ഇതൊരു കൂട്ടത്തോടെയുള്ള രക്ഷപ്പെടൽ മാത്രമല്ല, ഓരോരുത്തരുടെയും ഉള്ളിൽ സംഭവിക്കേണ്ട ഒന്നാണ്. നമുക്ക് ആ സ്വപ്നത്തിൽ നിന്നുള്ള ഉണർവിലേക്ക് കടന്നു ചെല്ലാം. ഈ ഗ്രന്ഥം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിൽ പലരും ഇപ്പോൾ ജീവിക്കുന്നത് ഒരു പേടി സ്വപ്നത്തിലാണ്. അജ്ഞതയുടെ, ആ മറവിയുടെ അവസ്ഥ ഒരു ഭയാനകമായ സ്വപ്നം കാണുന്നതിന് തുല്യമാണത്രേ. അതിൽ നിന്ന് പുറത്തു കടക്കാനാവാതെ ഭയവും ആശയക്കുഴപ്പവും നമ്മളെ വേട്ടയാടുന്നൊരു ലോകം. ആ പേടിസ്വപ്നം എങ്ങനെയുള്ളതാണെന്ന് നോക്കൂ. എങ്ങോട്ടെന്നില്ലാതെ ഓടിപ്പോകുന്നു, പക്ഷേ ഓടിയെത്താൻ കഴിയുന്നില്ല. ആരോ നമ്മളെ പിന്തുടരുന്നു, പക്ഷേ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഒരു കാര്യവുമില്ലാതെ യുദ്ധം ചെയ്യുന്നു, രക്തത്തിൽ കുളിച്ചിരിക്കുന്നു. ഈ ചിത്രങ്ങളെല്ലാം ആ അജ്ഞതയുടെ അവസ്ഥയുടെ ഭീകരതയെയാണ് വരച്ചുകാട്ടുന്നത്. ദിശാബോധമില്ലാത്ത ഭയം നിറഞ്ഞ ഒരു ഓട്ടം. പക്ഷേ ഏതൊരു പേടി സ്വപ്നത്തിൽ നിന്നും നമുക്ക് ഉണരാൻ കഴിയുമല്ലോ. അതുപോലെ ഈ അവസ്ഥയിൽ നിന്നും ഒരു മോചനമുണ്ട്. ഇവിടെ പറയുന്നതുപോലെ ഉറക്കത്തിൽ നിന്ന് എന്ന പോലെ അജ്ഞതയെ കുടഞ്ഞെറിയുക. രാത്രി കണ്ട ഒരു ദുസ്വപ്നം പോലെ അതിനെ അങ്ങ് മാറ്റിവെക്കുക.
ആ ഉണർവാണ് ഏറ്റവും പ്രധാനം. ആ ഉണർവിനെയാണ്, ആ പ്രഭാതത്തെയാണ് ഈ ഗ്രന്ഥം ഗ്നോസിസ് എന്ന് വിളിക്കുന്നത്. ഇത് വെറുതെ പുസ്തകം വായിച്ചു കിട്ടുന്ന അറിവല്ല കേട്ടോ. ഇത് നമ്മുടെ യഥാർത്ഥ സ്വത്വത്തെക്കുറിച്ചുള്ള, നമ്മുടെ ഉറവിടമായ പിതാവിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിന്റെ വെളിച്ചത്തിൽ പേടിസ്വപ്നത്തിലെ ഭീകരരൂപങ്ങളെല്ലാം ഒന്നുമല്ലതായി അങ്ങ് അപ്രത്യക്ഷമാകുന്നു. ഈ മാറ്റം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വിശദീകരിക്കാൻ ഈ ഗ്രന്ഥം മനോഹരമായൊരു ഉപമ ഉപയോഗിക്കുന്നുണ്ട്. പാത്രങ്ങളുടെ ഉപമ. ഒരു വീട്ടിൽ നല്ല പാത്രങ്ങളുമുണ്ട്, കേടായ പാത്രങ്ങളുമുണ്ട്. ഉടമ എന്തു ചെയ്യുന്നു? കേടായ, ചോർച്ചയുള്ള പാത്രങ്ങളെല്ലാം ഉടച്ചു കളയുന്നു. എന്തിനാണ്? കാരണം അയാൾക്ക് പൂർണ്ണമായ, നിറഞ്ഞ പാത്രങ്ങൾ മാത്രം മതി. അതുപോലെ ഗ്നോസിസ് എന്ന തിരിച്ചറിവ് നമ്മളിലെ കുറവുകളെയും അപൂർണതകളെയും ഇല്ലാതാക്കി നമ്മളെ പൂർണ്ണരാക്കി മാറ്റുന്നു. അപ്പോ നമ്മൾ തെറ്റിന്റെ മൂടൽമഞ്ഞിൽ നിന്ന് തുടങ്ങി വചനത്തിന്റെ വെളിച്ചം കണ്ടു, ഗ്നോസിസെല്ല ഉണർവിലൂടെ കടന്നുപോയി. ഇനി എങ്ങോട്ടാണ് യാത്ര? ഈ യാത്രയുടെ അവസാന ലക്ഷ്യമെന്താണ്? അതാണ് പൂർണ്ണതയിലേക്കുള്ള മടക്കം. ഈ താരതമ്യമൊന്ന് നോക്കൂ. ഒരു വശത്ത് കുറവ് അഥവാ ഡെഫിഷ്യൻസി, അത് പിതാവിനെ അറിയാത്തതിൽ നിന്ന് വരുന്ന കലഹത്തിന്റെയും അസൂയയുടെയും ലോകമാണ്. മറുവശത്ത് പൂർണ്ണത അഥവാ ഫുൾനെസ്, അത് ഐക്യത്തിന്റെയും അറിവിന്റെയും ലോകമാണ്, ഒരു വിശ്രമത്തിന്റെ ഇടമാണ്. നമ്മുടെ യാത്ര ഈ കുറവിൽ നിന്ന് പൂർണ്ണതയിലേക്കാണ്, അജ്ഞതയുടെ ലോകത്തുനിന്ന് അറിവിന്റെയും ഐക്യത്തിന്റെയും ലോകത്തേക്കുള്ള ഒരു മടക്കയാത്ര. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മാറ്റത്തിന് വലിയൊരു യുദ്ധത്തിൻ്റെയൊന്നും ആവശ്യമില്ല എന്നതാണ്. ഈ ആശയം ശ്രദ്ധിക്കൂ. നിങ്ങൾ ഒരാളെ അറിയുമ്പോൾ അയാളെക്കുറിച്ചുള്ള നിങ്ങളുടെ അജ്ഞത ഇല്ലാതാവുകയല്ലേ ചെയ്യുന്നത്? അതുപോലെ പൂർണ്ണത വരുമ്പോൾ കുറവുകൾ അപ്രത്യക്ഷമാകുന്നു. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് എങ്ങോട്ട് പോകുന്നുവെന്ന് നമ്മൾ ചോദിക്കാറില്ലല്ലോ. അത് വെറുതെ ഇല്ലാതാവും. അതുപോലെയാണ് ഇതും. അപ്പോൾ അവസാനം എന്താണ് സംഭവിക്കുന്നത്? ഈ യാത്ര നമ്മളെ ഓരോരുത്തരെയും ഒന്നാക്കി മാറ്റുന്നു. ഇപ്പോൾ നമ്മൾ പലതായി ചിതറിക്കിടക്കുന്നതുപോലെയാണ്. എന്നാൽ ഈ അറിവിലൂടെ നമ്മൾ നമ്മളിലെ ബഹുത്വത്തിൽ നിന്ന് ഐക്യത്തിലേക്ക് സ്വയം ശുദ്ധീകരിച്ച് നമ്മുടെ ഉത്ഭവത്തിലേക്ക്, ആ പൂർണ്ണതയിലേക്ക് മടങ്ങിച്ചേർന്നു. ഈ ചർച്ച അവസാനിപ്പിക്കാൻ ഈ ഗ്രന്ഥത്തിലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാശയം നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. പിതാവ് എഴുതിയൊരു പുസ്തകത്തിലെ അക്ഷരങ്ങളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് ഈ ഗ്രന്ഥം പറയുന്നു. വെറും മഷിയല്ല, സത്യത്തിന്റെ ജീവനുള്ള അക്ഷരങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വെറുമൊരു സന്ദേശം വായിക്കുകയല്ലല്ലോ ചെയ്യുന്നത്, നമ്മൾ തന്നെയാണ് ആ സന്ദേശം. നമ്മളോരോരുത്തരും ആ ദൈവിക പുസ്തകത്തിലെ ഓരോ അക്ഷരമാണെങ്കിലോ? ഈയൊരു ചിന്ത നിങ്ങൾക്കായി വിട്ടുതരുന്നു.